തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴി മുടങ്ങിയവർക്ക് പ്രായഭേദമന്യേ 6 മാസം കൊണ്ട് തന്നെ SSLC +2 പൂർത്തീകരിക്കാനുള്ള അവസരം EDUTALIMൽ നൽകുന്നു. UGC അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ ഡിഗ്രി PG നിങ്ങൾക്ക് സ്വന്തമാക്കാം. മോണ്ടിസോറി TTC, PPTTC, ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, അക്കൗണ്ടിംഗ് കോഴ്സ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളും ഓൺലൈനായി തന്നെ ചെയ്യാനുള്ള അവസരം EDUTALIM ഇന്റർനാഷണൽ ഒരുക്കുന്നു. ഇന്ന് തന്നെ EDUTALIMൽ ജോയിൻ ചെയ്യൂ. For more information, you can visit us at Make Mandil Tower near New Bus Stand, Pandikad Road, Manjeri. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ 9946 907624. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ആ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താ പറയുന്നു, ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻസ് ആണ്. ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ലിവിങ് ഓർഗാനിസംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനമാണ് ബയോളജി അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, എന്താണ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് മെയിൻ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. അതായത് മനുഷ്യ പരിണാമത്തിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേജ് ഏതാണെന്ന് നിങ്ങളിതിൽ കണ്ടുപിടിക്കണം. അറിയാവോ? ഒന്ന് ഗസ് ചെയ്യാം. എന്തായിരിക്കും ഇതിൽ കറക്റ്റ് സ്റ്റേജ്? എങ്ങനെയായിരിക്കും? അതായത് 3 ഓപ്ഷനിൽ ആദ്യത്തത് ഓസ്ട്രാലോപിറ്റീക്കസ് ആണ്, 4ാമത്തെ ഓപ്ഷനിൽ അത് ഹോമോ ഹാബിലിസ് ആണ്. ഏതായിരിക്കും? നമ്മുടെ സയൻറ്റിഫിക് നെയിം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടെ എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താൻ പറ്റും. നമ്മളാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻസ് ആണ്, മോഡേൺ ഹ്യൂമൻ എന്ന് പറയുന്നതാണ്. അവരെ വിളിക്കുന്ന പേരെന്താണ്? ഹോമോ സാപ്പിയൻസ്. അതുകൊണ്ട് കിടപ്പുണ്ട്, അവസാനമായിട്ടാണ് കിടപ്പുള്ളത്. ഓക്കെ, ഏതൊക്കെ 3 ഓപ്ഷൻസിലാണ് അത് അവസാനമായിട്ട് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിൽ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ സ്റ്റേജസ് ഏതൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇവിടെ ഓസ്ട്രാലോപിറ്റീക്കസ് ആണ് ആ ഒരു ഗൊറില്ല ഫോമിൽ ഇവിടെ ഇരിക്കുന്നത്. ഹോമിനിഡ് എന്ന് നമ്മളതിനെ വിളിക്കും. ദെൻ കംസ് ദി ഹോമോ ഹാബിലിസ് സ്റ്റേജ്, പിന്നെ വരുന്ന ഹോമോ ഇറക്ടസ് സ്റ്റേജ്, പിന്നെ ഹോമോ നിയാൻഡർതാൽ മാൻ സ്റ്റേജ്. ഓക്കെ, അതിനുശേഷം ഹോമോ സാപ്പിയൻ സ്റ്റേജ്. അപ്പോൾ നമുക്ക് വീണ്ടും ഓപ്ഷൻസിലോട്ട് പോവാം. ഏതാണ്? ആദ്യം ഓസ്ട്രാലോപിറ്റീക്കസ് ആണ്. എവിടെ? ഓസ്ട്രാലോപിറ്റീക്കസ്. ഓക്കെ, ശേഷം ഹോമോ ഹാബിലിസ് ആണ്. അപ്പോൾ ഓപ്ഷൻ എയിലല്ലേ വരുന്നത്. പിന്നെ വരുന്നത് ഹോമോ ഇറക്ടസ്, ദെൻ ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് നമ്മുടെ എന്താണ് ഒറിജിൻ ഓഫ് എവല്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു എവല്യൂഷൻ പരിണാമ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നോട്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈൻ ഓഫ് ഗുഡ് മെൻ്റൽ ഹെൽത്ത്. അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിശേഷി അല്ലെങ്കിൽ ആ ഒരു വളർച്ച അത് നേരെയാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് നമുക്ക് ഗുഡായിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നത് അതിന് നേരെ എതിരായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് നമുക്ക് കൺട്രോൾ ഉണ്ടാവും, ഇമോഷൻസിൻ്റെ കൺട്രോൾ ഉണ്ടാവുന്നു, അതുപോലെ എന്താണ് പ്ലസൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടാവുന്നു, പിന്നെ ബാലൻസ്ഡ് ഫീലിങ്സ് ആൻഡ് ഡിസയർസ് ഉണ്ടാവുന്നു, എബിലിറ്റി ടു അക്സെപ്റ്റ് ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് ഫേസ് ദം. അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ പ്രതിസന്ധികളെയും അതിനെ മാനേജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവുന്നു. ഇവയിൽ ഏതാണ് നമുക്ക് ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു സൈൻ അല്ലാത്തതായിട്ട് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് മെൻ്റൽ ഹെൽത്ത് നല്ലതാണെങ്കിൽ, നമ്മുടെ മാനസിക ആരോഗ്യം നല്ലതാണെങ്കിൽ നമുക്ക് ഇവയിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റും, ഏതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ പറയുന്നത് എന്താ? ഇമോഷൻസ്, അതായത് വൈകാരികത നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെ മാനസികമായിട്ടുള്ള തലം മെച്ചപ്പെട്ട് തന്നെ ഇരിക്കണം. പിന്നെ പ്ലസന്റ് പേഴ്സണാലിറ്റി, അതായത് പേഴ്സണൽ അപ്പിയറൻസ്, മുന്നിൽ ഒരു വ്യക്തി എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് ചിരിച്ചുകൊണ്ട് നല്ല ബോഡി പോസ്ചർ, നല്ല പേഴ്സണാലിറ്റി ഒക്കെ കാണിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടണമെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു സ്ഥിരത വേണോ? ഓക്കെ, ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പേഴ്സണാലിറ്റി നല്ലതായിരിക്കാൻ, പ്ലസന്റ് പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കാൻ ഗുഡ് മെൻ്റൽ ഹെൽത്ത് ഡയറക്റ്റ് ഇൻഡിക്കേറ്റർ അല്ല, പകരം പല ഫാക്ടേഴ്സും അതിലുണ്ടാവും. ഇമോഷണൽ വെൽബീയിങ് ഉണ്ടാവും, കോപ്പിംഗ് മെക്കാനിസംസ്, മറ്റു അനേകം ഫാക്ടേഴ്സ് അതിനെ സ്വാധീനിക്കും. അതുപോലെയല്ല എബിലിറ്റി ടു നാവിഗേറ്റ് ലൈഫോ, പിന്നെ എന്താ പറയുക വെൽബീയിങ്ങോ ഇമോഷണൽ വെൽബീയിങ്ങോ ഒന്നും തന്നെ അതുപോലുള്ളതല്ല. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ഏതൊരു നല്ല ചുറ്റുപാടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഒരു പക്ഷേ നമുക്ക് നന്നായിട്ട് തന്നെ കാണിക്കാൻ പറ്റും.
പക്ഷെ മറ്റുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെന്റൽ ഹെൽത്ത് കൊണ്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. കൺട്രോൾ ഓഫ് ഇമോഷൻസ്, നമ്മുടെ വൈകാരികതയുടെ കൺട്രോൾ നമുക്ക് വേണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് വേണം. അതുപോലെ നമുക്ക് ഫീലിങ്സ്, ഡിസയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇച്ഛ, ഒരു ആഗ്രഹം, അതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെന്റൽ ഹെൽത്ത് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ അത് തരണം ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് മാനസികമായിട്ടുള്ള ഒരു വളർച്ചയും ആ ഒരു ഡെവലപ്മെന്റ് നമുക്ക് ആവശ്യമാണ്. ഇവിടെ നമുക്ക് പേഴ്സണാലിറ്റി എന്നുള്ളത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അവസരത്തിനൊത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, മാനസികമായിട്ടുള്ള ഡെവലപ്മെന്റ് വലുതായിട്ടില്ലെങ്കിലും എന്നതാണ് ഇവിടുത്തെ ഓപ്ഷനായിട്ട് വരിക. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, സച്ച് എ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, പക്ഷെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഏതൊക്കെയാണ്? ഇമോഷൻ വെൽബീയിങ്ങിന് നമുക്ക് എന്താവശ്യമാണ്? ഗുഡ് മെന്റൽ ഹെൽത്ത് ആവശ്യമാണ്. കോപ്പിംഗ് മെക്കാനിസം, അതായത് ഒരു നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി കോപ്പിംഗ് മെക്കാനിസത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ഗുഡ് മെന്റൽ ഹെൽത്ത് വേണം. റെസീലിയൻസ്, അതായത് മുന്നോട്ടുള്ള പോക്ക്, പിന്നെ എന്താണ്? ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ, ഇവയിലൊക്കെ നമുക്ക് എന്ത് വേണം? ഗുഡ് മെന്റൽ ഹെൽത്ത് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പ്ലസന്റ് പേഴ്സണാലിറ്റിയിലാണെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസ് നമുക്ക് അതിനെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അവയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് പ്ലസന്റ് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മുടെ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വൺ. വെൻ എ ഡസ്റ്റ് സ്റ്റോം കംസ് സഡൻലി, അതായത് പൊടിക്കാറ്റ് പെട്ടെന്ന് അടിച്ചു. ഓക്കെ, അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവർ ഐസ് ആർ ക്ലോസ്ഡ് ഇൻവോളണ്ടറി, ഇവിടെ കണ്ണുകൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ തന്നെ അപ്രതീക്ഷിതമായിട്ട് അടഞ്ഞു പോകും. ഈ ഒരു റിയാക്ഷൻ ഏത് അവയവമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ അവയവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഓപ്ഷൻ ബി സ്പൈനൽ കോഡ്, ഓപ്ഷൻ സി സെറിബെല്ലം ആൻഡ് ഓപ്ഷൻ ഡി സെറിബ്രം. ഇവയുടെ പ്രത്യേകത എന്താണ്? ഈ ഓപ്ഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റ, സെറിബെല്ലം, സെറിബ്രം, ഇവ മൂന്നും എന്താണ്? ബ്രെയിനിന്റെ പാർട്സ് ആണ് അല്ലേ. സ്പൈനൽ കോഡ് വേറൊരു ഭാഗമാണ്, ബ്രെയിനിന്റെ പാർട്ടില്ല, പക്ഷേ നെർവസ് സിസ്റ്റത്തിന്റെ മെയിൻ ഒരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വ്യക്തമായിട്ട് ഒന്നുകൂടെ നോക്കാം. ഇവിടെ പറയുന്നത് എന്താണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അവിടെ റിഫ്ലക്സസുമായിട്ട് ബന്ധപ്പെട്ടാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ കൺട്രോൾ ചെയ്യുന്നത്. കഫിങ് അല്ലെങ്കിൽ സ്നീസിങ്, അതായത് നമ്മുടെ തുമ്മുക അല്ലെങ്കിൽ സോളോയിങ്, വോമിറ്റിംഗ്, ഛർദ്ദിക്കുക, ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോൾ ആ മെഡുല്ല ഒബ്ലോങ്കേറ്റ തന്നെയാണ് നമ്മളെ തലച്ചോറിനെ എന്ത് ചെയ്യുന്നത്? സ്പൈനൽ കോഡായിട്ടുള്ള കണക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് നമ്മുടെ ഓപ്ഷൻ എന്തായിരുന്നു? സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും റിഫ്ലക്സസ് ആണ്. ഇവയിൽ രണ്ടിലും റിഫ്ലക്സസ് ഉണ്ട് കേട്ടോ, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ റിഫ്ലക്സസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും മുഖവുമായിട്ട് അല്ലെങ്കിൽ വായ അതുപോലുള്ള എന്താ പറയുക നമ്മുടെ ഫേഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഉള്ള റിഫ്ലക്സുകളാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സോളോവിങ്, വോമിറ്റിംഗ്, സ്നീസിങ്, കോഫിംഗ് എല്ലാം പറയുന്നത്. മൗത്തുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. പിന്നെ മൗത്ത്, നോസ്, സ്നീസിങ് ഒക്കെ വരുമ്പോൾ നോസ്. ഓക്കെ, പിന്നെ ഇവിടെ സ്പൈനൽ കോഡ് വരുമ്പോൾ നീ ജേർക്ക് റിഫ്ലക്സ്, വിത്ഡ്രോവൽ റിഫ്ലക്സ്, അതുപോലുള്ള ഇൻവോളണ്ടറി റിഫ്ലക്സസ് സ്റ്റിമുലൈ ആയിട്ട് ബന്ധപ്പെടുത്തി വരുന്ന റിഫ്ലക്സുകൾ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സ്പൈനൽ കോഡാണ്. ഓക്കെ, പിന്നെന്താ? സെൻസറി മോട്ടർ ഇൻഫർമേഷൻ അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഒരു സെൻസറി മോട്ടർ ന്യൂറോൺ എന്ന് പറയും. എന്താണ്? സെൻസ് കൺട്രോൾ ചെയ്യുന്ന മോട്ടർ, അതായത് ബ്രെയിനും നമ്മുടെ കൈകളും കാലുകളുമായിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സെൻസർ മോട്ടർ ന്യൂറോൺ ആണ് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ സെറിബെല്ലം ആയിരുന്നു. സെറിബെല്ലം എന്താണ്? ബാലൻസ്, പോസ്ചർ, ഇവയൊക്കെയാണ് നമ്മുടെ സെറിബെല്ലം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ നിവർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ സെറിബെല്ലത്തിന്റെ ബലം കൊണ്ടാണ്. പിന്നെ ഇരിക്കാൻ പറ്റുന്നത്, ഇവയെല്ലാം പോസ്ചർ കൺട്രോൾ ചെയ്യുന്ന മെയിൻലി സെറിബെല്ലമാണ്. പിന്നെ അവ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മോട്ടർ ലേണിംഗ്, ഫൈൻ ട്യൂണിങ് മൂവ്മെന്റ്സ്, അതായത് നമ്മുടെ നടപ്പ് മറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതും പോസ്ചറാണ് ഒരു വിധത്തിൽ. അവയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബെല്ലമാണ്. സെറിബെല്ലം നമ്മുടെ കാണപ്പെടുന്നത് എവിടെയാണ്? ബ്രെയിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ. പിന്നെ മസിൽ ടോൺ, അതുപോലെ കൺട്രോൾ ഓഫ് വോളണ്ടറി മൂവ്മെന്റ്സ്. അതെ, നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയും സ്പൈനൽ കോഡും ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ റിഫ്ലക്സസ് ആയിരുന്നെങ്കിൽ ഇവിടെ മെയിൻറ്റെയിൻ മസിൽ ടോൺ ആൻഡ് കൺട്രോൾ ഓഫ് വോളണ്ടറി മൂവ്മെന്റ്സ്. നമ്മൾ വിചാരിച്ചുകൊണ്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവുമല്ലോ, കൈ ഉയർത്തുക, കാലുകൊണ്ട് നടക്കുക, നമ്മൾ സ്വയമേ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അവയെ കൺട്രോൾ ചെയ്യുന്നതാണ് ആര്? സെറിബെല്ലം. നെക്സ്റ്റ് വൺ ഈസ് സെറിബ്രം. സെറിബ്രം എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആണ്. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ തോട്ട് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടാണ് കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? തിങ്കിങ്, റീസണിങ്, മെമ്മറി, പെർസെപ്ഷൻ തുടങ്ങിയവ, അതായത് ചിന്തിക്കുക, പിന്നെ ഓർമ്മയിൽ വയ്ക്കുക, പിന്നെ റീസണിങ്, ഒരു കാരണം കണ്ടെത്തുക, ഇവയെല്ലാം ആരാണ്?
സെറിബ്രമാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അവ തന്നെ എന്ത് ചെയ്യും? വോളണ്ടറി മസിൽസ്. അതെ, ഇവിടെ ഈ രണ്ടെണ്ണം സെറിബെല്ലം ആൻഡ് സെറിബ്രം കൺട്രോൾ ചെയ്യുന്നത് വോളണ്ടറി മസിൽ മൂവ്മെന്റ്സ്, സ്പീച്ച് തുടങ്ങിയ അങ്ങനെ വോളണ്ടറി മൂവ്മെന്റ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതേസമയം മെഡിൽ ഒബ്ലോങ്കേറ്റ, സ്പൈനൽ കോഡ് ഇൻവോളണ്ടറി ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എന്തായിരുന്നു? ചോദ്യം പറഞ്ഞാൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. അവയിൽ എന്താണ്? ഐസ് ആണ് ക്ലോസ് ചെയ്യുന്നത്, ഡസ്റ്റോം ആണ് കാരണം. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൽ രണ്ട് ഏതെങ്കിലും ഒന്നായിരിക്കും. ഐസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കേണ്ടത് ഈ ഫേഷ്യലായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും നമ്മുടെ ഉത്തരം? മെഡിൽ ഓബ്ലോങ്കേറ്റ ആണ് അവിടുത്തെ നമ്മുടെ ഉത്തരം. ഓക്കെ, മനസ്സിലായല്ലോ കാര്യം. സ്പൈനൽ കോഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ല, മറ്റു നീ ജർക്ക് റിഫ്ലക്സ്, അതായത് പെട്ടെന്ന് നമ്മളൊരു ചൂട് പാത്രം കൊണ്ട് നമ്മൾ മുട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന റിഫ്ലക്സ് തുടങ്ങിയവയാണ് നീ ജർക്ക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. പിന്നെ വിത്ഡ്രോവൽ റിഫ്ലക്സ്, പെട്ടെന്ന് വലിക്കാനുള്ള ഒരു ടെൻഡൻസി, അങ്ങനെയൊക്കെയുള്ള റിഫ്ലക്സുകളാണ് സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഫേഷ്യലായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് ചെയ്യുന്നത്? മെഡിൽ ഓബ്ലോങ്കേറ്റ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദ ഇൻവോളണ്ടറി ക്ലോഷർ ഓഫ് ഐസ് ഇൻ റെസ്പോൺസ് ടു എ സഡൻ ഡസ്റ്റ് സ്റ്റോം is a reflex action controlled by medulla oblongata which is part of the brain stem. ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇൻവോളണ്ടറി ക്ലോസിംഗ് ഓഫ് ദി ഐസ് ഇൻ റെസ്പോൺസ് ടു എ സഡൻ ഡസ്റ്റ് സ്റ്റോം ഈസ് കോൾഡ് എന്താണ്? ബ്ലിങ്ക് റിഫ്ലക്സ് എന്നാണ് വിളിക്കപ്പെടുക. ബ്ലിങ്ക് റിഫ്ലക്സ്. ഓക്കെ, നമ്മൾ കണ്ണടക്കുകയല്ലേ ചെയ്യുന്ന, ബ്ലിങ്ക് ചെയ്യുന്നു, അപ്പം ബ്ലിങ്ക് റിഫ്ലക്സ് എന്ന് അതിനെ വിളിക്കപ്പെടും. ഓക്കെ, ആ ബ്ലിങ്ക് റിഫ്ലക്സ് എന്താണ്? ആ ബ്ലിങ്ക് റിഫ്ലക്സ് എന്തുകൊണ്ടാണ് വരുന്നത്? ഈസ് നോട്ട് പ്രൈമർലി കൺട്രോൾഡ് ബൈ ദ സ്പൈനൽ കോഡ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫേഷ്യൽ മസിൽസ്. അതായത് മുഖവുമായിട്ട് ബന്ധപ്പെട്ട ഫേസിലുള്ള മസിൽസ് ആണ് അവിടെ ചലിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആ ഒരു സെൻസ് ചെയ്യുന്നത് ശരിക്കും ബ്രെയിൻ സ്റ്റെമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു മെഡില ഒബ്ലോങ്കേറ്റ എന്ന് പറഞ്ഞ പാർട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെറിബെല്ലം, സെറിബ്രം എന്ന് പറഞ്ഞ പോർഷൻസ് വോളണ്ടറി ആണെങ്കിൽ ഇവിടെ മെഡില ഒബ്ലോങ്കേറ്റ കൺട്രോൾ ചെയ്യുന്നത് സർട്ടൻ എന്താണ്? ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ്. അതിൽപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് ഈ പറഞ്ഞ ബ്ലിങ്ക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ന്യൂറൽ സർക്യൂട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലിങ്ക് റിഫ്ലക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്രേനിയൽ നെർവ്സ്. ക്രേനിയൽ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ, ക്രേനിയമായിട്ട് ബന്ധപ്പെട്ട നെർവ്സ് ആണ്. സ്പെസിഫിക്കലി ടു ദ ട്രൈജമൈനൽ നെർവ് ആൻഡ് ഫേഷ്യൽ നെർവ്. വീണ്ടും ഫേഷ്യൽ നെർവ് എന്നുള്ള ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. പരീക്ഷയ്ക്ക് വന്നാലും ഫേസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ മെഡുല ഒബ്ലോങ്കേറ്റ ആയിരിക്കും അവിടെ ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൈര് അല്ലേ? ദ കേർഡ് ഈസ് സെഡ് ടു കണ്ടെയ്ൻ എ ബാക്ടീരിയ. ഒരു ബാക്ടീരിയ ഉണ്ട് തൈരിൽ, ഗുഡ് ഫോർ ഹ്യൂമൻ ഹെൽത്ത്. നമ്മുടെ ശരീരത്തിന് എന്താണ്? മനുഷ്യ ശരീരത്തിന് അവ നല്ലതാണ്. ഓക്കെ, ഹെൽത്തി ആക്കി മാറ്റുന്നു നമ്മളെ. അപ്പോൾ കഴിക്കുന്നത് നല്ലതാണ്, നമുക്കറിയാം. ആ ഒരു ബാക്ടീരിയ അത് ഏത് കിങ്ഡത്തിലാണ് വരിക എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കേർഡിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ, അതായത് തൈരിലുള്ള ബാക്ടീരിയ ഏത് കിങ്ഡത്തിൽ വരുന്നു? എത്ര കിങ്ഡം ഉണ്ട്? 5 കിങ്ഡമാണ് മെയിൻലി ഉള്ളത്. നമ്മൾ പഠിച്ചതല്ലേ? എന്തൊക്കെയായിരുന്നു? കിങ്ഡം അനിമാലിയ, ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് കിങ്ഡം അനിമാലിയ. അതിന് മുകളിലുള്ള എന്തായിരുന്നു? കിങ്ഡം പ്ലാന്റ് അല്ലേ? അതിന് മുകളിലോ കിങ്ഡം ഫഞ്ചെ, അതിന് മുകളിലോ കിങ്ഡം പ്രോട്ടിസ്റ്റ. അതിന് മുകളിലുള്ളത് അറിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരമായി. എന്തായിരിക്കും? കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്ക് മുമ്പിലുള്ള ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു കിങ്ഡമാണ് നമ്മുടെ ബാക്ടീരിയ കാണപ്പെടുന്നത്. അതെ, അതാണ് കിങ്ഡം മൊനേറ. ഓക്കെ, കിങ്ഡം മൊനേറയാണ് ഈ പറഞ്ഞ ബാക്ടീരിയ ഉൾക്കൊള്ളുന്ന ആ ഒരു കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ നമ്മളെ രണ്ടാമത്തെ പാർട്ട്. ഈ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കിങ്ഡം മൊനേറയുടെ 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതുക. അപ്പോൾ എന്തായിരിക്കും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? അതെ, അതായത് ഈ ഒരു ബാക്ടീരിയയുടെ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ ഒന്നാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എഴുതാം. ലാക്ടോബാസിലസ് എന്നാണ് ഈ ഒരു ബാക്ടീരിയയുടെ പേര് അല്ലേ? കിങ്ഡം മൊനേറയിൽ കാണപ്പെടുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയ, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ. ഈ ലാക്റ്റിക് ആസിഡ് തന്നെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ലാക്ടോബാസിലസ് ബാക്ടീരിയ നോൺ ഫോർ ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ലാക്റ്റിക് ആസിഡ് ത്രൂ ദ ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗേഴ്സ്. ഷുഗർ ഫെർമെൻറ്റ് ചെയ്താണ് ഈ ഒരു ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത്. പിന്നെന്താ? അവ എന്ത് ചെയ്യും? ഫുഡ്സിൻ്റെ പ്രിസർവേഷന് അത് സഹായിക്കും. നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ്. അതുകൊണ്ടാണ് തൈരൊന്നും പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകത്തില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യും? അസിഡിക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കും. നമ്മുടെ സ്റ്റൊമക്കിൽ ചെല്ലുമ്പോൾ ആ ഒരു അസിഡിക്
എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹാംഫുൾ ബാക്ടീരിയ ഇല്ലാതെ തടയുന്നത്. ഓക്കെ, ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ഹാംഫുൾ ബാക്ടീരിയ. ദ പ്രൊഡക്ഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഈസ് എ കീ ഫീച്ചർ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ പ്രോബയോട്ടിക് പ്രോപ്പർട്ടീസ് ഓഫ് സം ലാക്ടോബാസിലസ് സ്ട്രെയിൻസ്. മനസ്സിലായല്ലോ? അതായത് ഒന്നാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്ക് എഴുതാവുന്നത് ലാക്ടോബാസിൽ, അതായത് ലാക്റ്റിക് ആസിഡിന്റെ പ്രൊഡക്ഷനാണ് ലാക്ടോബാസിലസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്നാണ് ഈ ലാക്ടോബാസിലസ് എന്താണ്, ഗ്രാം പോസിറ്റീവ് സ്റ്റെയിനിങ് ബാക്ടീരിയ. രണ്ട് തരത്തിലുള്ള സ്റ്റെയിനിങ് കാണപ്പെടും. ഗ്രാം പോസിറ്റീവ് എന്നും പറയും, ഗ്രാം നെഗറ്റീവ് എന്നും പറയും. ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ ഗ്രാം പോസിറ്റീവ് കൈൻഡ് ഓഫ് ബാക്ടീരിയ ആണ് എന്ത്, നമ്മുടെ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് റെഫർ ടു ദെയർ റെസ്പോൺസ് ടു ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക്. ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക് എന്ന് പറഞ്ഞ ടെക്നിക് ഉണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എ മെത്തേഡ് ടു കാറ്റഗറൈസ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ, അവരുടെ സെൽ വാളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റെയിനിങ് മെത്തേഡാണിത്. ഈ പറഞ്ഞ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, അതായത് ലാക്ടോബാസിലസ് ഉൾപ്പെടെയുള്ള ബാക്ടീരിയകൾ എന്ത് ചെയ്യും, അവർക്ക് തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ട് അവരുടെ സെൽ വാൾസിൽ. ഓക്കെ, അവ ആ ഒരു വയലറ്റ് സ്റ്റെയിൻ അവിടെ കാണിക്കും. എന്തിനാണ്, ഈ ഒരു സ്റ്റെയിൻ, ഗ്രാം സ്റ്റെയിൻ ഒഴിക്കുമ്പോൾ വയലറ്റ് സ്റ്റെയിൻ അവിടെ റീറ്റെയിൻ ചെയ്യും. അതാണ് പ്രത്യേകത. അതേസമയം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിലോ തിൻ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ്. നമുക്കറിയാമല്ലോ, പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് നമ്മുടെ സെൽ വാൾ, ഈ ബാക്ടീരിയൽ സെൽ വാളിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. ആ പെപ്റ്റിഡോഗ്ലൈക്കൻ തിക്ക് ആണെങ്കിൽ അവ എന്ത് ചെയ്യും, ആ ഒരു വയലറ്റ് സ്റ്റെയിൻ അവിടെ റീറ്റെയിൻ ചെയ്യും. അതിനെയാണ് ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ മറ്റേതാകുമ്പോൾ എന്ത് ചെയ്യും, ടേക്ക് അപ്പ് കൗണ്ടർ സ്റ്റെയിൻ അപ്പിയറിംഗ് പിങ്ക് ഓർ റെഡ്, പിങ്ക് അല്ലെങ്കിൽ റെഡ് ആയി മാറും. ഏതിലാണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു, കേർഡിൽ കാണപ്പെടുന്ന ബാക്ടീരിയ അത് ഏത് ബാക്ടീരിയ എന്ന് ചോദിച്ചില്ല, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പേര് പറഞ്ഞില്ല. പക്ഷേ നമുക്കത് അറിയാം, ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ്. അപ്പോൾ ഏതിൽ ഉൾപ്പെടുന്നു, കിങ്ഡം മൊനേറയിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അതിൻ്റെ രണ്ട് ഫീച്ചേഴ്സ് ചോദിച്ചു, രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഒന്നാമത്തെ ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഗ്രാം പോസിറ്റീവ് സ്റ്റെയിനിങ്. വേണമെങ്കിൽ നമുക്ക് ഇനിയും പറയാം, എന്താണ് പ്രോകാരിയോട്ടിക് ബാക്ടീരിയ ആണ്, അതുപോലെ നമുക്ക് എന്താണ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ല, തുടങ്ങി നമുക്ക് കിങ്ഡം മൊനേറയ്ക്ക് കാണപ്പെടുന്ന എല്ലാവിധ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും നമുക്ക് പറയാവുന്നതാണ്. അടുത്തൊരു ചോദ്യം നമ്മുടെ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിൽ നിന്നാണ്, അല്ലേ? ഇക്കോളജി നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇക്കോളജി പോർഷനിൽ അല്ലെങ്കിൽ ജിയോഗ്രഫി പോർഷനിലൊക്കെ പഠിക്കാൻ സാധ്യത ഉള്ള ഒരു പോർഷനാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എമിഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ. ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എമിഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ എന്തായിരിക്കും? നമ്മുടെ എയർപോർട്ടിലൊക്കെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ചോദ്യം വളരെ എളുപ്പമായിരിക്കും. വാട്ട് ഈസ് എ റോൾ ഓൺ ദ സൈസ് ഓഫ് ലോക്കൽ പോപ്പുലേഷൻ എന്നും കൂടി ചോദ്യമുണ്ട്. എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എക്സിറ്റ് ചെയ്യുക. ഇ തുടക്കത്തിൽ ഇ നോക്കിയാൽ മതി. എമിഗ്രേഷൻ ഇസ് ഈക്വൽ ടു എക്സിറ്റ്. എമിഗ്രേഷൻ ഇസ് ഈക്വൽ ടു എക്സിറ്റ്. അപ്പോൾ എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പോപ്പുലേഷനിൽ നിന്ന് ഇൻഡിവിജ്വൽസ് പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക. അതിനെയാണ് വേറൊരു പോപ്പുലേഷനിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഹാബിറ്റേറ്റിലേക്ക് മാറുക എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എമിഗ്രേഷൻ. അതേസമയം എവിടെന്നെങ്കിലും അകത്തേക്ക്, അതായത് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണ്. ഐ എം ഇസ് ഈക്വൽ ടു ഐ എൻ. അപ്പോൾ ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് കടന്നു വരിക അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഒരു പുതിയ പോപ്പുലേഷനിലേക്ക്, വേറെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പോപ്പുലേഷനിലേക്ക് വന്ന് ഒരാൾ ജോയിൻ ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഇമിഗ്രേഷൻ. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡെഫിനേഷൻ മനസ്സിലായല്ലോ. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക, ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കടന്നു വരിക. അത് ടു പോപ്പുലേഷൻ എന്നും കൂടി പറയണം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആ ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. ഇമിഗ്രേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ബൈ വിച്ച് individuals leave or exit a population or habitat and move to a different area. Immigration ആണെങ്കിൽ is a process by which individuals enter and join a population or habitat from another area. Okay, പിന്നെ ഇവിടെ റോൾ ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ ആണ് രണ്ടാമത്തെ പാർട്ട്. റോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് എക്സിറ്റ് ആകുമ്പോൾ അവിടെ ആ ഒരു പ്രോസസ്സിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ റെഡ്യൂസസ് ദ സൈസ് എന്നാണ്. ഓക്കെ, ആ ഒരു സൈസ്, ആ ഒരു പോപ്പുലേഷൻ്റെ സൈസ് കുറയ്ക്കും. കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഒരു പോപ്പുലേഷൻ്റെ സൈസ് കുറയല്ലേ. അതേസമയം നമ്മുടെ ഇൻക്രീസ് ആണ് ഉണ്ടാവുക ഇമിഗ്രേഷൻ സംഭവിക്കുമ്പോൾ. കുറേ ആൾക്കാർ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. ഇതാണ് ബ്രീഫ്ലി പറഞ്ഞാൽ നമ്മുടെ റോൾ എന്ന് പറയുന്നത്. ഇമിഗ്രേഷൻ ക്യാൻ ഇമ്പാക്ട് ദ സൈസ് ഓഫ് ദ ലോക്കൽ പോപ്പുലേഷൻ ബൈ റെഡ്യൂസിങ് ഇറ്റ്സ് നമ്പേഴ്സ്. അതേസമയം ഇമിഗ്രേഷൻ ഇൻഫ്ലുവൻസ് ദ സൈസ് ഓഫ് ദ ലോക്കൽ പോപ്പുലേഷൻ ബൈ ആഡിങ് ഇൻഡിവിജ്വൽസ് ഫ്രം ഔട്ട്സൈഡ്. അതിൻ്റെയൊക്കെ റീസൺസ് എന്തൊക്കെയാണ്?
ഇമിഗ്രേഷൻ വരുമ്പോൾ റീസൺസ് അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ റിസോഴ്സസ്, ഫേവറബിൾ എൻവയറമെൻറ്റൽ കണ്ടീഷൻസ്, പ്രസൻസ് ഓഫ് മെയ്റ്റ്സ്. ഇമിഗ്രേഷൻ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ജനറ്റിക് ഡൈവേഴ്സിറ്റി ആൻഡ് ഡെമോഗ്രാഫിക് ചേഞ്ചസ് വിത്തിൻ ദ പോപ്പുലേഷൻ. അതായത് ഇവിടെ പറയുന്നത് നമുക്ക് കുറേ അധികം ഫാക്ടേഴ്സ് കാരണമാവാം ഇമിഗ്രേഷൻ്റെ കാരണം. അതായത് അവിടുത്തെ എൻവയറമെൻറ്റൽ കണ്ടീഷൻസ്, അവിടെ ചുറ്റുപാട് സാഹചര്യങ്ങൾ, അതുപോലെ പ്രകൃതി ഒക്കെ ഇണങ്ങുന്നതാണെങ്കിൽ കുറേ ആൾക്കാർ ഒരു പോപ്പുലേഷനിലേക്ക് കടന്നു വരും. അതുപോലെ ആ ഒരു പോപ്പുലേഷന് പറ്റിയ മെയ്റ്റ്സ് അവിടെ ഉണ്ടെങ്കിൽ അത് കടന്നു വരും. പിന്നെ റിസോഴ്സസ്, പ്രകൃതി നൽകുന്ന റിസോഴ്സുകൾ അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കടന്നു വരും. ഈ കടന്നു വരുവോടെ അവിടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി, ഇഷ്ടംപോലെ തരത്തിലോ ഡൈവേഴ്സിറ്റി നമുക്കറിയാമല്ലോ, വൈവിധ്യങ്ങൾക്കുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അതുപോലെ തന്നെ എമിഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, എമിഗ്രേഷൻ പുറത്തേക്കുള്ള പോക്കല്ലേ. അവിടെ എന്താ സംഭവിക്കാം, അതിൻ്റെ കാരണം മെയിൻലി പറയുകയാണെങ്കിൽ ഒരു ബെറ്റർ റിസോഴ്സ് അല്ലെങ്കിൽ ബെറ്റർ ഇൻകം. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ബെറ്റർ എഡ്യൂക്കേഷൻ, ബെറ്റർ ഇൻകം എന്നൊക്കെ ഉള്ള റീസൺസ്, പല റീസൺസ് പറയാറുണ്ട്. അതുപോലെ ഇവിടെ പറയുന്നത് എന്താ, ബെറ്റർ റിസോഴ്സസ്, അതുപോലെ തന്നെ വിഭവശേഷികൾ, ബെറ്റർ എന്താണ് എസ്കേപ്പ് ഫ്രം പ്രിഡേറ്റേഴ്സ് എന്നാണ്. അതായത് ആക്രമിക്കാൻ വരുന്ന ജീവികളിൽ നിന്ന്, ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ജീവികൾ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, അതിനെ നമുക്ക് ഇമിഗ്രേഷൻ എന്ന് പറയാം അല്ലേ. പിന്നെ വീണ്ടും എൻവയറമെൻറ്റൽ കണ്ടീഷൻസ് ഇവിടെയും പറയുന്നുണ്ട്. അതായത് ഒരു അൺഫേവറബിൾ എൻവയറമെൻറ്റൽ കണ്ടീഷൻസ് ആണ് ഉള്ളെങ്കിൽ ഇവിടെ നിന്ന് വേറൊരു പോപ്പുലേഷനിലേക്ക് കടന്നു പോകും. ഓക്കെ, അപ്പോൾ ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ, ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു, ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കടന്നു വരുന്നു, ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ മെയിൻലി രണ്ടിലും എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് ആക്ട് ചെയ്യാം. പിന്നെ ഇമിഗ്രേഷനിൽ വരുമ്പോഴേക്ക് ഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. എമിഗ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ആ ഒരു പോപ്പുലേഷൻ ഇല്ലാതാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷനെ പറ്റിയാണ്. ഹൈപ്പർ ടെൻഷൻ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു ഡിസീസ് ആയിരിക്കും അല്ലേ. ഹൈപ്പർ ടെൻഷൻ ഒരു കണ്ടീഷൻ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കാം. വാട്ട് ഈസ് ഹൈപ്പർ ടെൻഷൻ? എന്തായിരിക്കും ഹൈപ്പർ ടെൻഷൻ? വൈ ഈസ് ഹൈപ്പർ ടെൻഷൻ കൺസിഡേർഡ് എ ഡിസോർഡർ? എന്തുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ ഒരു ഡിസോർഡർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. റിലേറ്റഡ് ടു സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ രക്തം ഓടുന്ന ആ ഒരു സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡിസോർഡറാണ് ഹൈപ്പർ ടെൻഷൻ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ രണ്ട് സിംറ്റംസ് എഴുതാൻ. ഇനി നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ. ഹൈപ്പർ ടെൻഷൻ കോമൺലി നോൺ ആസ് ഹൈ ബ്ലഡ് പ്രഷർ. അതിനെ അറിയപ്പെടുന്നത് ഹൈ ബ്ലഡ് പ്രഷർ എന്നാണ്. ഹൈ ബി പി കൂടുതലാണെന്ന് പറയും അല്ലേ. അതാണ് ഹൈപ്പർ ടെൻഷൻ. കാരണം എന്താണ്, അവ സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡർ ആണെന്ന് പറയാൻ കാര്യം ഇറ്റ് ഇൻവോൾവ്സ് എലവേറ്റഡ് പ്രഷർ ഇൻ ദ ആർട്ടറീസ് ആസ് ബ്ലഡ് ഈസ് പമ്പ് ത്രൂ ദ സർക്കുലേറ്ററി സിസ്റ്റം. ആർട്ടറീസ് എന്താണ്, ബ്ലഡ് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്വേ, ആ ഒരു ട്യൂബിനെ പറയുന്ന പേരാണ്, ആ ഒരു പൈപ്പിനെ പറയുന്ന പേരാണ് ആർട്ടറീസ് എന്ന്. അപ്പോൾ ആ ഒരു ആർട്ടറിയിൽ നിന്ന് പോകുന്ന ബ്ലഡിന് എലവേറ്റഡ് പ്രഷർ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്നാണ് ഈ പറഞ്ഞ ഡിസോർഡർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസോർഡർ എന്ന് പറയുന്നത്. ദ സർക്കുലേറ്ററി സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ്സ് ദ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പമ്പിംഗ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബ്ലഡ് ബോഡി ടു ഡെലിവർ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ഓക്കെ, അതായത് ഈ ഒരു ബ്ലഡ് അങ്ങനെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ഈ ഒരു ബ്ലഡാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ മറ്റു ടിഷ്യൂസിലേക്ക് എല്ലാം പാസ് ചെയ്യുന്നതും പിന്നെ ന്യൂട്രിയൻസും എല്ലാം പാസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ബ്ലഡ് വഴിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ കൂടുതൽ കോൺസിക്വൻസ് ഉള്ള ഒരു രോഗമായി മാറുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ രണ്ട് സിംറ്റംസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് അതായിരുന്നു, ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് ചോദിച്ച പോലെ രണ്ട് സിംറ്റംസ് എന്തൊക്കെയാണ്. ഇവിടെ രണ്ട് സിംറ്റംസിന് പുറമെ ഒരു എക്സ്ട്രാ സിംറ്റം കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തത് ഹെഡേക്ക് ആണ്, നമുക്ക് സുപരിചിതമായിട്ടുള്ള തലവേദന. ഹൈപ്പർ ടെൻഷൻ കൂടിയ ആളുകൾക്ക് എന്തുണ്ടാവും, തലവേദന ഉണ്ടാവും, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള തലവേദന ഉണ്ടാവും. അതുപോലെ നമുക്ക് വിഷ്വൽ ചേഞ്ചസ്, അതായത് കാഴ്ച ബ്ലറായിട്ടുള്ള കാഴ്ച ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവില്ല കാഴ്ചയ്ക്ക്. അതാണ് വിഷ്വൽ ചേഞ്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസിനെസ് അല്ലെങ്കിൽ ലൈറ്റ് ഹെഡഡ്നെസ്, അതായത് പെട്ടെന്ന് ഒരു ഉറക്കം വരിക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്താ പറയുക, ഒരു ലേസിനെസ് അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവ്നെസ് തോന്നുക, അതാണ് ഡിസിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്, ദ ഇൻക്രീസ് പ്രഷർ ഇൻ ദ ബ്ലഡ് വെസൽസ് മേ അഫക്ട് ദ സർക്കുലേഷൻ ടു ദ ബ്രെയിൻ റിസൾട്ടിങ് ഇൻ സെൻസേഷൻ ഓഫ് ഡിസിനെസ് ഓർ ലൈറ്റ് ഹെഡഡ്നെസ്.
ഓക്കെ, അത് പെട്ടെന്നുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് എണീച്ച് നിൽക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ് ലൈറ്റ് ഹെഡഡ്നെസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലായല്ലോ. ഇതിൽ ബെറ്ററായിട്ട് നമുക്ക് പറയാവുന്ന 2 എളുപ്പമുള്ള ഓപ്ഷൻസ് ആണ് ഹെഡേക്ക് ആൻഡ് വിഷ്വൽ ചേഞ്ചസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഡയഗ്രാം വരയ്ക്കാനാണ്. വളരെ ഇമ്പോർട്ടൻറ്റും വളരെ എളുപ്പവുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പവുമാണ്. 4 മാർക്കൊക്കെ സുഖമായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ ബൈസെക്ഷൽ ഫ്ലവർ, ഐഡന്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്സ്, ഓക്കെ, ഹാവിങ് ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ ഓൺ ഇറ്റ്. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫർ സെക്ഷൻ വരയ്ക്കണം. ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ ട്രാൻസ്ഫർ സെക്ഷൻ വരയ്ക്കണം. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പാർട്ടും, മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് രണ്ടും ഒരു ഫ്ലവറിൽ കാണപ്പെടുന്നതാണ് ബൈസെക്ഷൽ ഫ്ലവർ. അതിൻ്റെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പാർട്സ് അതിൽ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാൻസ്ഫർ സെക്ഷൻ വരയ്ക്കണം. പാർട്സ് ഏതാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ദ പാർട്ട് വിച്ച് ക്യാരീസ് ഒവ്യൂൾസ് ഓർ ഫീമെയിൽ സെക്സ് സെൽസ്, അതായത് ഒവ്യൂൾസ് കാണപ്പെടുന്ന ഒരു പാർട്ട്, അത് ഏതായിരിക്കും അറിയാമോ? ഒവ്യൂൾസ് കാണപ്പെടുന്ന ഒരു പാർട്ട് ഏതാണ്? അതെ, സ്വാഭാവികമായിട്ട് അത് ഓവറിയാണ് അല്ലേ. പിന്നെ പോളൻ കാണപ്പെടുന്ന ഒരു പാർട്ട്, അത് ഏതായിരിക്കും? പോളൻ ഗ്രെയിൻസ് കാണപ്പെടുന്ന പാർട്ട് ആൻസർ അല്ലേ? ഓക്കെ, ദ ഫീമെയിൽ പാർട്ട് ഫ്രം വെയർ പോളൻ എൻറ്റേഴ്സ് ഫോർ ഫെർട്ടിലൈസേഷൻ, അത് ഏതായിരിക്കും? സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ വന്ന് വീണിട്ടാണ് ഫെർട്ടിലൈസേഷനിലേക്ക് ആ ഒരു പോളൻ പോണത്, ജർമിനേറ്റ് ചെയ്ത് പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവർ നോക്കാം. ഫ്ലവർ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഫ്ലവർ വരച്ചാൽ മതി. എന്നിട്ട് അതിൽ എല്ലാ പാർട്സും ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലവറിൻ്റെ ട്രാൻസ്ഫർ സെക്ഷൻ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റിഗ്മ കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ ആൻതർ കാണാം. ഓക്കെ, ആൻതർ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ ഏത് പാർട്ടായിരുന്നു? ഓവറി. ഓവറി ഈസ് ഹിയർ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് എ ബൈസെക്ഷൽ ഫ്ലവർ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ജീൻസ്? ജീൻസ് എന്നാൽ എന്താണ്? ജീൻസ് നമ്മുടെ ജെനറ്റിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജീൻ്റെ പഠനമാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ജീൻസ് എന്താണെന്നാണ് ചോദ്യം. ക്രോമസോം, ജീൻസ്, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളല്ലേ. അപ്പം ജീൻസ് എന്തായിരിക്കും? അതിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് കൂടെ പറയാം. സ്റ്റേറ്റ് ദെയർ കെമിക്കൽ നേച്ചർ. അതിൻ്റെ കെമിക്കൽ നേച്ചർ പറയുക. നെയിം ദ ജീൻസ് അക്വയർഡ് ബൈ എ ചൈൽഡ് വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫ്രം ഹിസ് പാരന്റ്. അതായത് ഒരു കുട്ടി, അവനിക്ക് എന്തുണ്ട്? ബ്ലഡ് ഗ്രൂപ്പ് O ആണ്. അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് O ആണ്. ഓക്കെ, അവനിക്കുള്ള ജീൻസ് നമ്മൾ പറയുക ഫ്രം ഹിസ് പാരൻസിൽ നിന്ന് അവൻ ഇൻഹെറിറ്റ് ചെയ്ത ജീൻസിനെ പറ്റി നമ്മൾ പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ജീൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. ജീൻസ് ആർ സെഗ്മെന്റ്സ് ഓഫ് DNA. DNAയുടെ സെഗ്മെന്റ്സ് ആണ് ജീൻ. DNA നമുക്കറിയാമല്ലോ. DNA എങ്ങനെയാണ് അല്ലേ? ഇതല്ലേ DNAയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെയാണ് വരയ്ക്കുക അല്ലേ? ഒരു കോണി എടുത്ത് അല്ലെങ്കിൽ ഒരു ഏണി എടുത്ത് നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു ഫോമാണ്, അല്ലെങ്കിൽ റിബൺ ഷേപ്ഡ് ആണ് DNA എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെഗ്മെൻ്റ് ആണ് നമ്മുടെ ജീൻ എന്ന് പറയുന്നത്. ആ ജീൻ്റെ പ്രത്യേകത എന്താണ്? ക്യാരി ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ സിന്തസിസിനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ക്യാരി ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് ജീൻ എന്ന് പറയുന്നത്. അവയാണ് എന്ത് ചെയ്യുന്നത്? ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ അനന്തരമായിട്ട് ലഭിക്കുന്നതാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഹെറിഡിറ്റി, അനന്തരം ആയിട്ട് പോകേണ്ട എല്ലാ കാര്യത്തിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഈ ജീൻസ്. ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ജനറ്റിക് ഇൻഫർമേഷൻ. ജനറ്റിക് ഇൻഫർമേഷൻ അടുത്ത ജനറേഷനിലേക്ക്, അടുത്തൊരു പരമ്പരയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉള്ള കാരണക്കാരാണ്? ഈ ജീൻസ് ആണ്, അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ഓഫ് DNA ആണ്, ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. പിന്നെ ഒരു കെമിക്കൽ നേച്ചറാണ് രണ്ടാമത്തെ പാർട്ടായിട്ട് ചോദിച്ചിരുന്നത്. കെമിക്കൽ നേച്ചർ ഈസ് പ്രൈമർലി DNA. മെയിൻലി DNA ആണ്. DNA ഈസ് കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, ഓക്കെ, വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ഷുഗർ മോളിക്യൂൾ. DNAയുടെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ഒരു പാർട്ടാണ് ഇവിടെ ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്യുന്നത്. ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാവും, അതിൽ തന്നെ ഷുഗർ മോളിക്യൂൾ ഉണ്ടാവും, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെന്താ? ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ എന്താണ്? അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ.
ഓക്കെ, ഇവയൊക്കെയാണ് കാണപ്പെടുക ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ. ദ സീക്വൻസ് ഓഫ് ദീസ് ബേസസ് അലോങ് ദ DNA മോളിക്യൂൾ ഫോംസ് ദ ജനറ്റിക് കോഡ്. ഇവയെല്ലാം കൂടി ചേർന്നാണ് ആ ഒരു ജനറ്റിക് കോഡായി മാറുന്നത്. അതായത് ഒരുപാട് ജീൻസ് എല്ലാം കൂടെ കൂടിയാണ് ജനറ്റിക് കോഡായി മാറുന്നത്. ഈ ഒരു ഓർഡർ, ആ ഒരു ജനറ്റിക് കോഡിൻ്റെ ഓർഡർ അനുസരിച്ച്, ഏത് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യപ്പെടുന്നത് അനുസരിച്ച് എന്ത് ചെയ്യും, ഇൻഫർമേഷൻസ് പാസ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ജസ്റ്റ് ഇൻ ബ്രീഫ് ഓഫ് കെമിക്കൽ നേച്ചർ ഓഫ് ജീൻസ്. കെമിക്കൽ നേച്ചർ ഓഫ് ജീൻസ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി ജീൻസ് എന്ന് പറഞ്ഞാൽ DNA ആണ്. പിന്നെ DNA കുറിച്ചുള്ള ജസ്റ്റ് ഒരു സ്ട്രക്ചറൽ ബ്രീഫിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തത്. എന്താണ് അവരുടെ DNA കാണപ്പെടുന്ന നൈട്രജനസ് ബേസസ് ആണ് അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഒക്കെ നമുക്കറിയാവുന്ന പോലെ തന്നെ. പിന്നെ അവയെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നതാണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ആ ജനറ്റിക് കോഡ് തന്നെ പല വിധത്തിൽ കോഡ് ചെയ്യുമ്പോഴേക്ക് പല മെസ്സേജസ് കിട്ടും, അല്ലെങ്കിൽ പല ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മാറും. അതുവഴി എന്താ പല ഫങ്ഷനിങ് നടക്കും. അങ്ങനെയാണ് മെയിൻറ്റെയിനിങ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു പാർട്ട് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യം. ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് ഓ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ജീൻസ് ആണ് അതിനെ കോഡ് ചെയ്യുന്നത്. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് 3 അലീൽസ് ഉണ്ട്. അലീൽസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 2 ടൈപ്പ് എന്ന് പറയാം നമുക്ക് അതിനെ. ജീൻസിൻ്റെ 2 ടൈപ്പാണ് അലീൽസ് എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് ഉണ്ട് ഒരു ജീനിന് തന്നെ. അതാണ് ABO, 3 ടൈപ്പാണ്. ജീൻ അക്വയർഡ് ബൈ എ ചൈൽഡ് വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് O ഫ്രം പാരൻസ്. അതെങ്ങനെ വരും? ബ്ലഡ് ഗ്രൂപ്പ് അവനിക്ക് O ആണുള്ളത്, ആ കുട്ടിക്കുള്ളത് O ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും? ദ ചൈൽഡ് വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് O ഹാസ് ഇൻഹെറിറ്റഡ് O അലീൽ ഫ്രം ബോത്ത് പാരൻസ്. O അലീൽ നമുക്ക് ഇങ്ങനെ ആണെങ്കിലും എഴുതാം. ഓക്കെ, O അലീൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ബ്ലഡ് ഗ്രൂപ്പിലെ അലീൽ A നമ്മൾ എഴുതാറുള്ളത് ഇങ്ങനെയാണ്. അതേസമയം O എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, IO. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് O വെച്ച് എഴുതിയാലും കുഴപ്പമില്ല. ദ ബ്ലഡ് ഗ്രൂപ്പ് O ഇൻഡിവിജ്വൽ ക്യാരീസ് 2 അലീൽസ്. എങ്ങനെയാണ് 2 അലീൽസ് ഉള്ളത്? IO. ഇഫ് ദ പാരൻസ് ആർ ഓൾസോ ബ്ലഡ് ഗ്രൂപ്പ് O, they each contribute 1 O allele to the child. പാരൻസിന് 2 പേർക്കും O ആണെങ്കിൽ എങ്ങനെയാണ്? പാരൻസ് 2 പേരും ഇപ്പം ഫാദർ മദർ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 പേർക്കും O ആണെങ്കിൽ 2-ൽ നിന്നും ഓരോന്ന് ചൈൽഡിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ദ ജീൻസ് അക്വയർഡ് ബൈ എ ചൈൽഡ് വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് O ഫ്രം ദെയർ പാരൻസ് ആർ 2 O alleles, 1 from each parent. The genetic makeup genotype for blood group O is OO. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമ്മളെ കണ്ടുപിടിച്ചാണെങ്കിൽ IO. ഇത് രണ്ടും എഴുതാവുന്നതാണ്. ഇതാണ് എൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ? എങ്ങനെയാണ് ജനറ്റിക് മേക്കപ്പ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ജനറ്റിക് മേക്കപ്പ് കണ്ടെത്തി കൊടുത്തു. അതാണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ജനറ്റിക് ഡിസോർഡർ? നമ്മൾ ജീനിനെ പറ്റി പഠിച്ചു, ജനറ്റിക് കോഡിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി. ഇന്ന് നമ്മുടെ ചോദ്യം വാട്ട് ഈസ് ജനറ്റിക് ഡിസോർഡർ? ജീനിലുണ്ടാകുന്ന തകരാറിനെ പറ്റിയാണ് അടുത്ത ചോദ്യം. നെയിം 2 ജനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് റൈറ്റ് ദെയർ സിംറ്റംസ്. 2 ജനറ്റിക് ഡിസോർഡർ കണ്ടെത്തുക, അല്ലെങ്കിൽ അത് പറയുക, അതുപോലെ അതിൻ്റെ സിംറ്റംസ് വിവരിക്കുക. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എന്താ പറയുക, അത് വന്നെന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടെത്തും, അതാണ് സിംറ്റംസ് എന്ന് പറയാം. ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്സ് ആണ് സിംറ്റംസ് എന്ന് നമ്മൾ പറയുന്നത്. ജനറ്റിക് ഡിസോർഡർ ഈസ് എ കണ്ടീഷൻ കോസ്ഡ് ബൈ അബ്നോർമാലിറ്റീസ് ഓഫ് മ്യൂട്ടേഷൻസ്. തകരാറുകൾ ഉണ്ടാവുക, ഒരു DNA-യിൽ തകരാറുകൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ, മ്യൂട്ടേഷൻസ് വഴി മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഡിസോർഡർ എന്താണ്? ക്യാൻ ബി ഇൻഹെറിറ്റഡ് ഫ്രം 1 or both പാരൻസ്. ഒരു പാരന്റിൽ നിന്നോ അല്ലെങ്കിൽ 2 പാരന്റിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഹെറിറ്റ് ചെയ്യാം. അതായത് എന്താ, അനന്തരാവകാശമായിട്ട് അവരെ നിന്ന് കിട്ടാവുന്ന ഒരു രീതിയുമുണ്ട്. ഏതാണ് ഈ ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്? ഒരു വ്യക്തിയിൽ അത് എന്ത് ചെയ്യും? അവരുടെ ഡെവലപ്മെന്റ്, അതുപോലെ സ്ട്രക്ചർ, അതുപോലെ ഫങ്ഷൻ, ഇതെല്ലാം ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഏത്? ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. 2 എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണപ്പെടാറുള്ള, അല്ലെങ്കിൽ മെജോറിറ്റി നമ്മൾ കാണപ്പെടാറുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജനറ്റിക് ഡിസോർഡർ ആയിട്ടുള്ള കളർ ബ്ലൈൻഡ്നെസ് നമ്മളിവിടെ എടുക്കുന്നു.
കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ നമുക്ക് കാഴ്ചയിലൂടെ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഡിസ്റ്റിങ്വിഷിങ് സെർട്ടൻ കളേഴ്സ്. ചില കളറുകൾ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. Individuals with color blindness, particularly red-green color blindness, may have trouble differentiating between red and green hues. അതായത് റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈപ്പ് കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് റെഡും ഗ്രീനും തമ്മിലുള്ള ഒരു കളർ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കില്ല. This can affect their ability to perceive specific details in colored objects such as traffic lights or color coded charts. അതായത് അവരിലാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കറിയാം, ട്രാഫിക് ലൈറ്റ് ആണെങ്കിൽ റെഡ് യെല്ലോ ഗ്രീൻ അല്ലേ. അപ്പോൾ അവിടെ റെഡും ഗ്രീനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് അവസാനിക്കും. അതുകൊണ്ട് തന്നെയാണ് വളരെ എന്താ പറയുക, പ്രശ്നകരമായിട്ടുള്ള ഒരു ഡിസീസ് ആയിട്ടാണ് ഈ കളർ ബ്ലൈൻഡ്നെസ് വരിക നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് സിംറ്റം എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഓഫ് സിമിലർ കളേഴ്സ്. താരതമ്യേന സിമിലർ ആയിട്ടുള്ള കളേഴ്സിനെ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉദിക്കുന്നു. കളേഴ്സ് ദാറ്റ് അപ്പിയർ ഡിസ്റ്റിങ്ക്ട് ടു ഇൻഡിവിജ്വൽസ് വിത്ത് നോർമൽ കളർ വിഷൻ may be confused by those with color blindness. For example, shades of red, green and brown. കണ്ട, അതായത് താരതമ്യേന അടുപ്പമുള്ള കളേഴ്സ് നമുക്ക് നോർമൽ വ്യക്തികൾക്കാണെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്രൗൺ തമ്മിലൊക്കെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കളർ ബ്ലൈൻഡ്നെസ് ഉള്ള വ്യക്തിക്കാണെങ്കിൽ ഇത് ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന കളേഴ്സ് ആയതുകൊണ്ട് അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, രണ്ടാമത്തെ ഒരു ജനറ്റിക് ഡിസോർഡർ നമ്മളിവിടെ എടുക്കുന്നത് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ ഡിസോർഡറാണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ പറയുക, നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ് വിത്ത് ഡൗൺ സിൻഡ്രോം ടിപ്പിക്കലി ഹാവ് മൈൽഡ് ടു മോഡറേറ്റ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ്. ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിരിക്കും, കുറച്ച് മാത്രമേ, മൈൽഡ് ടു മോഡറേറ്റ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതായത് ഒരു താരതമ്യേന മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, അതായത് ബുദ്ധിപരമായിട്ടുള്ള ശേഷിയില്ലായ്മ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തിക്ക്. However, the range of cognitive abilities can vary and many individuals with Down syndrome lead fulfilling lives with appropriate support and education. പക്ഷേ ഇപ്പോഴത്തെ മെഡിക്കൽ ഫെസിലിറ്റി മറ്റുമൊക്കെ ഉയർന്നു വന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഡൗൺ സിൻഡ്രോം ബാധിച്ച വ്യക്തികളും പിന്നെയും നേരെയൊക്കെ ലൈഫ് ലീഡ് ചെയ്യാറുണ്ട്, സപ്പോർട്ടും എഡ്യൂക്കേഷനും എല്ലാം നൽകപ്പെട്ട് കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ ഒരു സിംറ്റം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ലോ മസിൽ ടോൺ ആണ്, അല്ലെങ്കിൽ ഹൈപ്പോട്ടോണിയ എന്ന് പറയും. is common in individuals with Down syndrome. This can affect motor skills and coordination. അതായത് അവർക്ക് മസിൽ ചലനശേഷി അത്രയും ഉണ്ടാവില്ല, കുറവായിരിക്കും എന്നുള്ളതാണ് ലോ മസിൽ ടോൺ എന്ന് പറയുന്നത്. അടുത്ത ഷോർട്ട് സ്റ്റേച്ചർ ആണ്. നമുക്ക് പെട്ടെന്ന് ഫിസിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഫീച്ചറും കൂടിയാണ്. അതായത് അവർക്ക് ഹൈറ്റ് എന്ന് പറയുമ്പോൾ കുറവായിരിക്കും, ഷോർട്ട് സ്റ്റേച്ചർ, പൊക്കം കുറഞ്ഞ ആ ഒരു രീതിക്കായിരിക്കും കാണപ്പെടുക. ഇൻഡിവിജ്വൽസ് വിത്ത് ഡൗൺ സിൻഡ്രോം ഓഫൻ ഹാവ് എ ഷോർട്ടർ സ്റ്റേച്ചർ കമ്പയർഡ് ടു ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് ദ കണ്ടീഷൻ. മറ്റു വ്യക്തികളെ അപേക്ഷിച്ച് അവർക്ക് വളരെ പൊക്കം കുറഞ്ഞായിട്ട് നമുക്ക് കാണപ്പെടാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അവിടെ. വൈ ഈസ് കളർ ബ്ലൈൻഡ്നെസ് ഫൗണ്ട് മോസ്റ്റ്ലി ഇൻ ബോയ്സ്, എക്സ്പ്ലെയിൻ. അത് നമ്മുടെ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ ഒന്നാമത്തെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാണ് കളർ ബ്ലൈൻഡ്നെസ് അല്ലേ. ആ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇറ്റ്സ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ബോയ്സ് എന്ന് പറയും. അതായത് കൂടുതലായിട്ട് കാണപ്പെടുക ഗേൾസിനേക്കാൾ ബോയ്സിലായിരിക്കും, ആൺകുട്ടികൾ ആയിരിക്കും കാണപ്പെടുക, പെൺകുട്ടികളിലല്ല കൂടുതൽ കാണപ്പെടുക. ദ ജീൻസ് ഫോർ കളർ വിഷൻ ആർ ലൊക്കേറ്റഡ് ഓൺ ദ എക്സ് ക്രോമസോം. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെഗ്മെന്റ്സ് ഓഫ് DNA എന്ന് പറയുന്നതാണ്. അപ്പോൾ ക്രോമസോമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ഒരു എക്സ് ക്രോമസോമിലാണ് അതിന് ഉള്ള ഈ കളർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട കളറിൻ്റെ ജീൻസ് കാണപ്പെടുക എവിടെയാണ്, എക്സ് ക്രോമസോമിലാണ് കാണപ്പെടുക, എക്സ് ക്രോമസോം. ഓക്കെ, അഥവാ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഇൻ വിച്ച് ക്രോമസോം ഈസ് ജീൻസ് ഫോർ കളർ വിഷൻ ലൊക്കേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം, എക്സ് ക്രോമസോം. ഹ്യൂമൻസ് ഹാസ് 2 സെക്സ് ക്രോമസോംസ്. 2 സെക്സ് ക്രോമസോംസ് ആണ് ആർക്കുള്ളത്, ഹ്യൂമൻസിനുള്ളത് നമുക്ക് അറിയാം, എക്സ് ആൻഡ് വൈ അല്ലേ. അപ്പോൾ അതിൽ തന്നെ ദ ഫീമെയിൽ ഹാവ് 2 എക്സ് ക്രോമസോം. ഫീമെയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ എങ്ങനെ പറയാറുള്ളത്, എക്സ് ആണ്. അതുപോലെ മെയിൽ എന്ന് പറഞ്ഞാൽ XY ആണ് അല്ലേ. അപ്പോൾ അതിൽ ദ ജീൻസ് റെസ്പോൺസിബിൾ ഫോർ കളർ വിഷൻ ആർ ഫൗണ്ട് ഓൺ ദ എക്സ് ക്രോമസോം. അവയിൽ എന്താണ്, എക്സിലാണ് എന്ത് ചെയ്യുക, കളറിൻ്റെത് കാണപ്പെടുക. അപ്പോൾ ഇവിടെ 2ലും ഇവിടെ 1ലും.
The genes responsible for coloration are the most common type of color blindness, such as red-green color blindness, are caused by mutation in the genes for the photopigments, which are responsible for detecting different colors of light. പിന്നെ ഇവിടെ മെയിൽസിനാണെങ്കിൽ ഒരൊറ്റ എക്സ് ക്രോമസോമേ ഉള്ളൂ. അപ്പോൾ ഈ എക്സ് ക്രോമസോം എന്ത് ചെയ്യും? മദറിൽ നിന്ന് ക്യാരി ചെയ്യുന്ന, അതായത് ഇപ്പം മദർ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഫാദർ ഉണ്ട് എങ്കിൽ, മദറിൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട് എങ്കിൽ അതിൽ ആ ഒരു എക്സ് ആണ് നമ്മളിവിടെ ഇൻഹെറിറ്റ് ചെയ്യുന്ന, ബോയ് ഇൻഹെറിറ്റ് ചെയ്യുന്ന എങ്കിൽ അവിടെ ആ ഒരു എക്സ് മൊത്തത്തിൽ എന്ത് ചെയ്യും? കളർ ബ്ലൈൻഡ്നെസ് ഉള്ള എക്സ് ക്രോമസോം ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ബോയ് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള വ്യക്തിയായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബോയ്സിൽ അധികമായിട്ട് കളർ ബ്ലൈൻഡ്നെസ് കാണപ്പെടുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ആ ഒരു കണ്ടീഷൻ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ബാധിച്ച ഒരു മദറുണ്ട്, അതുപോലെ ഒരു ഫാദർ ഉണ്ടെങ്കിൽ ഇവിടെ മദറിൻ്റെ എക്സ് ക്രോമസോമാണ് ഇവിടെ പോകുന്നത്. അതായത് ഈ കളർ ബ്ലൈൻഡ്നെസ് രണ്ട് എക്സിലും കളർ ബ്ലൈൻഡ്നെസ് വരാമല്ലോ. നമ്മൾ പറഞ്ഞു എക്സിലാണ് കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ജീനുള്ളത്. അതേസമയം ഇവിടെ വൈയിലില്ല. അപ്പോൾ എന്താ പറയുക, ഇവിടെ ബോയ് ആവുന്ന സമയത്ത് എക്സ് ആൻഡ് വൈ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ക്രോമസോം കളർ ബ്ലൈൻഡ്നെസ് ഉള്ള എക്സ് ക്രോമസോം ആണ് ഇവിടെ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ബോയ് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ചൈൽഡായി മാറുന്നു. ഓക്കെ, ഈവൻ ഇഫ് വൺ എക്സ് ക്രോമസോം ക്യാരീസ് എ മ്യൂട്ടേറ്റഡ് ജീൻ, ദ അതർ എക്സ് ക്രോമസോം may have a normal gene providing a sort of backup. As a result, females are less likely to be colorblind. They can still be carriers of the condition and may pass it on to their sons. പക്ഷേ അതേസമയം ഗേൾസ് ആണെങ്കിൽ, ഇപ്പോൾ ഇതേപോലെ ഇതേ മദർ, ഇതേ കളർ ബ്ലൈൻഡ്നെസ് അഫക്റ്റഡ് ആയിട്ടുള്ള മദറിൽ ഒരു ഗേൾ ചൈൽഡ് ആണ് ഉണ്ടാകുന്നത് എങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഗേൾ ചൈൽഡ് ആണ് എങ്കിൽ ഇവിടെ അഫക്റ്റഡ് അല്ലാത്തൊരു ഫാദർ ഉണ്ട്, അഫക്റ്റഡ് ആയ ഒരു മദർ ഉണ്ട് എങ്കിൽ രണ്ട് എക്സ് ഉണ്ടാകുന്നു. ഇവിടെ അഫക്റ്റഡ് ആയ ഒരു എക്സ് ക്രോമസോം, അഫക്റ്റഡ് അല്ലാത്തൊരു എക്സ് ക്രോമസോം വരുമ്പോൾ ഇവിടെ എന്തായിരിക്കും? കളർ ബ്ലൈൻഡ്നെസ് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതുപോലെ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ചിലപ്പോൾ പാസ് ചെയ്യപ്പെടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുറമെ കാണപ്പെടില്ല കളർ ബ്ലൈൻഡ്നെസ് ഇൻ ദ കേസ് ഓഫ് ഗേൾസ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ എന്താ പറയുക, കൂടുതൽ ബോയ്സിലാണ് കാണപ്പെടുന്നത് ഇൻ നേച്ചർ. ഓക്കെ, മനസ്സിലായല്ലോ? കളർ ബ്ലൈൻഡ്നെസ് എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ബോയ്സിൽ കാണപ്പെടുന്നത്? ബിക്കോസ് ദ ജീൻസ് റിലേറ്റഡ് ടു കളർ ബ്ലൈൻഡ്നെസ് ഈസ് ഫൗണ്ട് ഇൻ ദ എക്സ് ക്രോമസോം ഓഫ് ഹ്യൂമൻസ് ആൻഡ് എന്താണ്, എക്സ് ആൻഡ് വൈ കണ്ടീഷൻ ഈസ് ഫൗണ്ട് ഇൻ മെയിൽസ്. സോ എന്താ പറയുക, ഒരു പാരന്റിൽ മാത്രമാണ് ഈ പറഞ്ഞ കളർ ബ്ലൈൻഡ്നെസ് കാണുന്നതെങ്കിൽ പോലും ബോയ് ചൈൽഡിനെ അത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് കിങ്ഡം ഓഫ് ലൈഫ് ഡസ് ബ്രെഡ് മൗൾഡ് ബിലോങ് ടു? എന്താണ് ബ്രെഡ് മൗൾഡ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരിക്കും. ബ്രെഡ് മൗൾഡ് എന്താണ്? ബ്രെഡ് മൗൾഡ് അതെ, നമ്മുടെ ബ്രെഡിലൊക്കെ കാണപ്പെടുന്ന ആ ഒരു ഫംഗസ്, അതാണ് ബ്രെഡ് മൗൾഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉത്തരമായി കിങ്ഡം ഫംഗൈ. ഓക്കെ, റൈറ്റ് ആൻഡ് ടു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് കിങ്ഡം ഓഫ് ലൈഫ്. അതിന് രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതാനാണ് ഈ പറയുന്നത്. മെയിൻലി അതിൻ്റെ സെൽ വാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാരക്ടർ ഫീച്ചർ നമുക്ക് എഴുതാം. കാരണം ഒരു ഡിസ്റ്റിങ്ക്റ്റ് സെൽ വാളാണ്. കൈറ്റിൻ വെച്ചാണ് സെൽ വാൾ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ റിജിഡാണ് സെൽ വാള്. പിന്നെ അതാണ് സ്ട്രെങ്ത്തും റിജിഡിറ്റിയും ഒക്കെ കൊടുക്കാനുള്ള ഒരു കാരണം. അതേസമയം പ്ലാൻ സെൽ വാൾ ആണെങ്കിൽ എങ്ങനെയായിരുന്നു? സെല്ലുലോസ് വഴിയാണ് അതിൻ്റെ ആ ഒരു സെൽ വാൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് പ്ലാൻ സെല്ലും ഫംഗൈ സെല്ലും ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാൻ സെൽ ആൻഡ് ഫംഗൈ സെൽ? പ്ലാൻ സെല്ലിലാണെങ്കിൽ സെല്ലുലോസ് ആയിരിക്കുമ്പോൾ ഫംഗസിലാണെങ്കിൽ എന്താണ്? കൈറ്റിനാണ്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. അത് തന്നെ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ആണ്. ഫംഗൈ ആർ പ്രൈമർലി ഹെട്രോട്രോഫിക്, മീനിങ് ദേ ഒബ്റ്റെയിൻ ദെയർ ന്യൂട്രിയൻസ് ബൈ അബ്സോർബിംഗ് organic compounds from their environment. Fungi do not perform photosynthesis. പിന്നെന്താ? എൻസൈം ഇൻ ടു ദെയർ സറൗണ്ടിങ്സ്, ബ്രേക്കിംഗ് ഓർഗാനിക് മാറ്റർ. എന്നിട്ട് എന്ത് ചെയ്യും? സിംപ്ലർ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയേണ്ടത് സാപ്രോഫൈറ്റിക് ആണ് മെജോറിറ്റി. സാപ്രോഫൈറ്റിക് അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? നമ്മുടെ മഷ്റൂം ഉണ്ട്. ഓക്കെ, പിന്നെ പാരസിറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷനും കാണപ്പെടുന്നു. പാരസിറ്റിക് എന്ന് പറഞ്ഞാൽ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോസ്റ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന
ആ ഒരു ഹോസ്റ്റിൽ നിന്ന് പിഴിഞ്ഞ് ജീവിക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള ജീവികളാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഹോസ്റ്റിനാണെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ആണ്, ഡിസീസൊക്കെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വീണ്ടും ഡയഗ്രാമാറ്റിക് ആണ്. ഡ്രോ എ നീറ്റ് ഡയഗ്രാം ഓഫ് എ ഫ്ലവർ, ലേബൽ ദ ഫോളോയിങ് പാർട്സ് ആൻഡ് സ്റ്റേറ്റ് ദ ഫങ്ഷൻസ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ വരച്ചില്ലേ ആ ഒരു ഫ്ലവർ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫങ്ഷൻസ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നേരത്തെ നമ്മൾ ഫ്ലവറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, അതുപോലെ ഫ്ലവർ വരച്ചാൽ മതി. അതിൽ ഓവറിയുടെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ്, ഒവ്യൂൾസ് കാണപ്പെടും. ഓവറി ഈസ് എ പാർട്ട് ഓഫ് ദ പിസ്റ്റിൽ. പിസ്റ്റിലിൻ്റെ ഒരു പാർട്ടാണ് ഓവറി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിസ്റ്റിലിൻ്റെ പാർട്ടാണ്, പിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, ആ ഒരു ഇതിൻ്റെ പാർട്ടാണ്, മെയിൻ പാർട്ടാണ് ഓവറി എന്ന് പറയുന്നത്. ഒവ്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗസ്ഡ്, അതായത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അവിടെയാണ്, സ്റ്റോർ ചെയ്യപ്പെടുന്ന അവിടെയാണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവറി ഡെവലപ്സ് ഇൻ ടു എ ഫ്രൂട്ട് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഡെവലപ്പിംഗ് സീഡ്സ്. അത് ഓവറി ഫ്രൂട്ടായി മാറും, ഒവ്യൂൾസ് സീഡ്സ് ആയി മാറും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഫ്രൂട്ട്സിൻ്റെ അകത്താണ് സീഡ്സ് കാണപ്പെടുക. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് കവറേജ് ആണ് ഈ ഓവറി അല്ലെങ്കിൽ പിന്നീട് ആയി വരുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത്. പിന്നെ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുന്നത്, ആ ഒരു കാർപ്പലിന് അതിൻ്റെ പാർട്ടാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ഓവറി എന്ന് പറയുന്നത്. ദ പിസ്റ്റിൽ ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ ഫ്ലവർ. ഒരു പൂവിൻ്റെ എന്താണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഈ പറഞ്ഞ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്നത്. രണ്ട് നെയിമുണ്ട്, കാർപ്പൽ എന്നും പറയാം, നമുക്ക് പിസ്റ്റിൽ എന്നും പറയാം. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ഇവിടെ ആൻസർ ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് എ പാർട്ട് ഓഫ് ദ സ്റ്റേമൻ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് ഓഫ് പോളൻ. പോളൻ ഗ്രെയിൻസ് ആണ് ഇവിടെ പൂമ്പൊടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഫ്ലവറിൻ്റെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്കെ. പിന്നെ വിച്ച് കണ്ടെയ്ൻസ് എ മെയിൻ ഗ്യാമേറ്റ്സ്. മെയിൽ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നതാണ് എന്ത്, പോളൻ ഗ്രെയിൻസ്. അപ്പോൾ ആ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും, അവയെ സ്റ്റോർ ചെയ്യുന്നതാണ് ആന്തർ എന്ന് പറയുന്നത്. ഓക്കെ, ആന്തർ അറിയാമല്ലോ. ആന്തർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ആയിട്ടാണ് ആന്തർ കാണപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റേമൻ. സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ ദ സ്റ്റേമൻ ഈസ് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ ഫ്ലവർ. ആന്തർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട് മാത്രമാണെങ്കിൽ സ്റ്റേമൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ടോട്ടൽ പാർട്ടായി. ഓക്കെ, അത്രയേ ഉള്ളൂ ആന്തർ ആൻഡ് സ്റ്റേമൻ തമ്മിലുള്ള ഡിഫറൻസ്. ആന്തർ ഈസ് എ പാർട്ട് ഓഫ് സ്റ്റേമൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും ഡയഗ്രാം ആണ്. പക്ഷെ ഇവിടെ നമ്മൾ പ്ലാന്റ് അല്ല, മറിച്ച് ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ജീവിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഹ്യൂമൻസിലൊക്കെ കാണപ്പെടുന്ന ഒരു നെർവ് സെല്ലാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഡ്രോ നീറ്റ് ഡയഗ്രാം ഓഫ് എ നെർവ് സെൽ, ന്യൂറോൺ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പാർട്സിനെ ലേബൽ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ന്യൂക്ലിയസ്, ആക്സോൺ, ഡെൻഡ്രൈറ്റ്സ്, നോഡ് ഓഫ് റാൻവെയർ. എന്നിട്ട് അതിനെ ജസ്റ്റ് ബ്രീഫ്ലി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ആ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഹലോ, അതായത് ഇവിടെ ന്യൂക്ലിയസ് ആണ് ആദ്യം മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ന്യൂക്ലിയസ് വരുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷൻ ആയിരിക്കും എപ്പോഴും ന്യൂക്ലിയസ്. പിന്നെ സെൽ ബോഡി കാണപ്പെടും. അതിനുശേഷം ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, നോഡ് ഓഫ് റാൻവെയർ ഉണ്ട്. നോഡ് ഓഫ് റാൻവെയർ കണ്ടില്ലേ, കൊടുത്തിട്ടുണ്ട് നോഡ് ഓഫ് റാൻവെയർ. പിന്നെ എന്താണ്, ഇത്രയല്ലേ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നോഡ് ഓഫ് റാൻവെയർ, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെ ഇവിടെ കാണപ്പെടുന്ന ഈ ഒരു പോർഷൻ എക്സ്റ്റൻഷൻസ്, അതാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. സൈഡിൽ കാണപ്പെടുന്ന എക്സ്റ്റൻഷൻസ് ആണ് ഡെൻഡ്രൈറ്റ്സ്. പിന്നെ ആക്സോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ടെയിൽ ഉണ്ടല്ലോ, ഇതാണ് ആക്സോൺ ഈ ഒരു ടെയിൽ. ഓക്കെ, പിന്നെ നോഡ് ഓഫ് റാൻവെയർ, അത് ഇതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഈ ഒരു നോഡ്സ്, അതിനാണ് നോഡ് ഓഫ് റാൻവെയർ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നോഡ്സ്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ്. നെർവ് സെൽ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെൽ ബോഡി എങ്ങനെ ആണ്, പിന്നെ ന്യൂക്ലിയസ് എന്താണ്, ന്യൂക്ലിയസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ ആക്സോൺ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് എക്സ്ട്രാ എഴുതി ചേർക്കാവുന്നതാണ്. മാർക്ക് അനുസരിച്ച് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഒരു ഡയഗ്രാം ഉള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്, നെർവ് സെൽ മാത്രമെന്ന് പറഞ്ഞു പോകുന്നു. എ നെർവ് സെൽ ഓൾസോ നോൺ ആസ് ന്യൂറോൺ എന്നാണ് അതിനെ മറ്റൊരർത്ഥത്തിൽ വിളിക്കുക, അല്ലെങ്കിൽ നെർവ് സെൽ എന്നും പറയും. ഓക്കെ,
is a specialized cell that forms the fundamental building block of the nervous system. ഒരു nervous system അതിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂറോൺസ് ആണ്. ആ ന്യൂറോൺസ് പല പല ന്യൂറോൺസ് കൂടിയിട്ടാണ് ഓരോ nervous സിസ്റ്റത്തിൻ്റെ ഓരോ പാർട്ടും ഫോം ചെയ്യുന്നത്. ക്രാനിയൽ നെർവ്സ്, സ്പൈനൽ നെർവ്സ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ക്രാനിയൽ നെർവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മൾ നേരത്തെ ഏതാണ് ബ്ലിങ്കിങ് ഓഫ് ഐ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ക്രാനിയൽ നെർവ്സ് അതായത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട നെർവ്സ്, പിന്നെ ഫേഷ്യൽ നെർവ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂറോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ റിസീവിങ്, അല്ലെങ്കിൽ സ്വീകരിക്കുക സിഗ്നൽസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള ഇതാണ് കമ്മ്യൂണിക്കേഷൻസ്, ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാത്തിൻ്റെയും ഒരു വഴി എന്ന് പറയുന്നത് ഈ ന്യൂറോൺസ് വഴിയാണ്. അടുത്തത് ഒരു പ്ലാന്റ് സെല്ലിനെ വരയ്ക്കാനാണ്. എന്താ പറയുക, ഒരു ചെടിയുടെ ഘോഷം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇത്രയും പാർട്സിനെ ലേബൽ ചെയ്യുക, അതിൻ്റെ ഓരോ ഫങ്ഷൻ പറയുക. ജസ്റ്റ് ഒരു സിമ്പിൾ പ്ലാന്റ് സെല്ലാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് വരയ്ക്കാനും വളരെ എളുപ്പമാണ്. അതായത് ജസ്റ്റ് ഒരു സാധാരണ, അതായത് ഈ പ്ലാന്റ് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് സെൽ വാളുണ്ട്. അപ്പോൾ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കൊടുത്തിരിക്കണം. ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് വരയ്ക്കുക. എന്നിട്ട് ഒരു വലിയ സ്ട്രക്ചർ വരുമ്പോൾ അത് വാക്യൂൾ ആയിരിക്കും. പിന്നെ ഒരു സെൽ വാൾ മാർക്ക് ചെയ്യുക, പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ടൊരു സെൽ മെംബ്രെയിൻ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കോളിക്ക പെരറ്റസ് തുടങ്ങി അവർ അതായത് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം മാത്രം വരച്ചാൽ മതിയാവും. അതായത് ഇവിടെ ക്ലോറോപ്ലാസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പം ഗ്രീൻ കളറായിട്ട് ഒരു ക്ലോറോപ്ലാസ്റ്റ് കൊടുക്കുക. പിന്നെ മൈറ്റോകോൺട്രിയ ചോദിച്ചിട്ടുണ്ട്. മൈറ്റോകോൺട്രിയ എവിടെയാണ് വരിക? മൈറ്റോകോൺട്രിയ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അവിടെയും മൈറ്റോകോൺട്രിയ മാർക്ക് ചെയ്യുക. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ. ആവശ്യം അവിടെ ചോദിച്ചിട്ടുള്ളത് മാത്രമായിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ആവശ്യമുള്ളത്, ഏറ്റവും ബേസിക് ആയിട്ട് ഒരു സെല്ല് വരയ്ക്കുമ്പോൾ അവിടെ വേണ്ടത് സെല്ലിൻ്റെ ഒരു ഷേപ്പും പിന്നെ ഒരു ന്യൂക്ലിയസുമാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു സെൽ വരയ്ക്കാൻ പാടില്ല ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ്. ഓക്കെ, പ്രൊകാരിയോട്സ് വരുമ്പോൾ അവിടെ ന്യൂക്ലിയസ് ഇല്ലല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഇൻ ബ്രീഫ് നമുക്ക് നോക്കാം. ഓക്കെ, സെൽ വാളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് സെൽ വാളിൻ്റെ ഫംഗ്ഷൻ സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് കൊടുക്കുക, പിന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുക തുടങ്ങിയ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, പിന്നെ ഓവർ എക്സ്പാൻഷൻ, കൂടുതലായിട്ട് വീർത്തു പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതും ഈ ഒരു സെൽ വാൾ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറാണ്. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ആണ് നെക്സ്റ്റ് പോർഷൻ വരുന്നത്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തസിസ് ആണ് അവയുടെ ഇമ്പോർട്ടൻസ്. ക്ലോറോപ്ലാസ്റ്റ് ഈസ് ഈക്വൽ ടു ഫോട്ടോസിന്തസിസ്. അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, അത് തെറ്റിക്കരുത്. വളരെയധികം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ. ക്ലോറോപ്ലാസ്റ്റ് ആണ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്. ഏറ്റവും കുറഞ്ഞത് ക്ലോറോപ്ലാസ്റ്റിനെ ചോദിച്ചാൽ അതെങ്കിലും എഴുതി വയ്ക്കുക. ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്. വിത്തിൻ ക്ലോറോപ്ലാസ്റ്റ് ദ പിഗ്മെന്റ്സ് ഓഫ് ക്ലോറോഫിൽ, അതിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതാണ്? ക്ലോറോഫിൽ. ക്യാപ്ചേഴ്സ് സൺലൈറ്റ് ഇനിഷ്യേറ്റിംഗ് ദ സിന്തസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് റിലീസിംഗ് ഓക്സിജൻ ആസ് എ ബൈ പ്രൊഡക്റ്റ്. ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ക്ലോറോപ്ലാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് ആണ് പ്രത്യേകത. രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കും? ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറ്റും. അതായത് ഇവിടെ കിടക്കുന്നു. പിന്നെ ഇൻ ദ ഫോം ഓഫ് ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. പിന്നെ ക്ലോറോഫിൽ ആണ് അവിടെ ഉള്ളത്. ക്ലോറോഫിൽ ആണ് എന്ത് ചെയ്യുന്നത്? സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു, ഓക്സിജൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വിടുന്നു. പിന്നെ മൈറ്റോകോൺട്രിയ ആണ്. നമുക്ക് എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ മൈറ്റോകോൺട്രിയ ആണ് എന്ത്? പവർ ഹൗസസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത്. ഏത് സെല്ലിൻ്റെയും പവർ ഹൗസ് എന്താണ്? മൈറ്റോകോൺട്രിയ ആണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് എവിടെയും മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഒരു ഫംഗ്ഷൻ ആണ് ചോദിച്ചത്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിൽ നിർത്താവുന്നതേ ഉള്ളൂ. ജസ്റ്റ് കുറച്ചുകൂടെ നമ്മൾ പറയാം എന്നുള്ള രീതിക്കാണ് നമ്മൾ അടുത്തൊരു പോയിന്റ് പറയുന്നു. ദേ ജനറേറ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതായത് എ ടി പി ആണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതാണ് മെയിനായിട്ട് എനർജി മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, എ ടി പി ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? മൈറ്റോകോൺട്രിയയിലാണ് എ ടി പി ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ? എങ്ങനെയാണ്? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എവിടെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്? ക്ലോറോപ്ലാസ്റ്റ് അല്ലേ? ക്ലോറോപ്ലാസ്റ്റ് ആയിരുന്നു ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ മൈറ്റോകോൺട്രിയയിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കിയെടുക്കും. വാക്യൂൾ ആണ് നെക്സ്റ്റ് ഉള്ളത്. വാക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ അധികം ഫങ്ഷൻസ് ഉണ്ട്. സ്റ്റോറേജ് ആണ് മെയിൻ ഫങ്ഷൻ. ന്യൂട്രിയൻസിൻ്റെ, വേസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ, പിഗ്മെൻറ്റ്സിൻ്റെ ഇവയുടെയൊക്കെ സ്റ്റോറേജ് എന്ത് ചെയ്യും? വാക്യൂൾ. അതിനായിട്ട് പല ടൈപ്പ് വാക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അമീബ എടുക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഉണ്ട് അല്ലേ? കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്പെഷ്യലായിട്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റൈൽ വാക്യൂൾ ആണ് അത്. പിന്നെ ഫുഡ് വാക്യൂൾ ഉണ്ട് അമീബയിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെയും വാക്യൂൾ ഉണ്ട്.
നെക്സ്റ്റ് വൺ, നേരത്തെ പ്ലാന്റ് സെല്ലായിരുന്നെങ്കിൽ ഇവിടെ അനിമൽ സെല്ലാണ് വരയ്ക്കാൻ ചോദിക്കുന്നത്. അതിൽ തന്നെ 4 അതുപോലെ അടയാളപ്പെടുത്താനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫങ്ഷൻസ് പറയാം. ഓക്കെ, അനിമൽ സെൽ എന്ന് പറയുമ്പോൾ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല, കാരണം സെൽ വാൾ ഇല്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിക്ക് ഒരു സെല്ല് വരയ്ക്കാം. ഓക്കെ, എന്നിട്ടോ മെയിനായിട്ട് വേണ്ട എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, മെയിനായിട്ട് ന്യൂക്ലിയസ് വേണം. ന്യൂക്ലിയസ് ഇല്ലാത്തൊരു സെല്ലുണ്ടോ? ഇല്ല. അനിമൽ സെൽ ന്യൂക്ലിയസ് ഇല്ലാത്തില്ല, പ്ലാന്റ് സെൽ ന്യൂക്ലിയസ് ഇല്ലാത്തില്ല, അതുകൊണ്ട് ന്യൂക്ലിയസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ന്യൂക്ലിയോലസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ അകത്ത് ന്യൂക്ലിയോലസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈറ്റോകോൺട്രിയ ഇവിടെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരച്ചാൽ മതി. മൈറ്റോകോൺട്രിയ ഉണ്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഗി ബോഡി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഗോൾഗി വെസൽസ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ്, ഇതെല്ലാം ഗോൾഗി ബോഡി നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ വി ഹാവ് സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ കുറേ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള രീതിക്കാണ് സെൻട്രിയോൾസ് കാണപ്പെടുക. അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് ആണ് എഴുതാനുള്ളത്. ഫങ്ഷൻസ് വരുമ്പോൾ ഒന്നാമത്തെ ചോദിച്ചിരുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എവിടെ? 2 തരത്തിലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുക. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്യുക. റഫ് എൻഡോപ്ലാസ്മിക്കും സ്മൂത്ത് എൻഡോപ്ലാസ്മിക്കും. റഫ് എന്ന് പറയുമ്പോൾ റൈബോസോംസ് കാണപ്പെടുന്നത്, അതുകൊണ്ടാണ് ഈ ചെറിയ ഡോട്ട്, ബോൾഡ് ചെയ്യപ്പെട്ട ഡോട്ടായിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ ഡാർക്ക് ഡോട്ട്സ് ആയിട്ട് കാണപ്പെടും. റൈബോസോംസിൻ്റെ പ്രസൻസ് ആണ്. സ്മൂത്ത് വരുമ്പോൾ അതിൽ സ്മൂത്ത് ആണ്, ഡാർക്കായിട്ട് കാണപ്പെടില്ല, ഹാർഡായിട്ട് കാണപ്പെടില്ല, കാരണം ആബ്സെൻസ് ഓഫ് റൈബോസോം. ഓക്കെ, നമുക്ക് നോക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക്. കോംപ്ലക്സ് ആണല്ലോ, നമ്മളെ ചിത്രത്തിൽ തന്നെ കാണാം. നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻസ് വിത്തിൻ ദ സെൽ. ഒരു സെല്ലിൻ്റെ അകത്ത് കാണപ്പെടുന്ന നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻസ് ആണ്. 2 തരമുണ്ട്, സ്മൂത്ത് ഉണ്ട്, റഫ് ഉണ്ട്. അപ്പോൾ RER ഉണ്ട്, SCR ഉണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പിന്നെ റൈബോസോംസ് ഉള്ളതാണ് റഫ് എൻഡോപ്ലാസ്മിക്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് ആണെങ്കിൽ ഇൻവോൾവ്ഡ് ഇൻ ലിപ്പിഡ് സിന്തസിസ്, ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസൺസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കാൽസ്യം അയൺസ്. അതായത് ലിപ്പിഡ് സിന്തസിസ് ചെയ്യാനാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതേപോലെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിലോ റൈബോസോംസ് ഉള്ളതുകൊണ്ട് തന്നെ പ്രോട്ടീൻസ്, റൈബോസോംസ് എവിടെ ഉണ്ടെങ്കിലും പ്രോട്ടീൻ സിന്തസിസ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും റൈബോസോംസ് ഉള്ള റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം is associated with protein synthesis. Okay, റൈബോസോംസ് വന്നാൽ പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോംസ് ഇല്ലാത്തതുകൊണ്ട് ലിപ്പിഡ് സിന്തസിസ് ആണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, പിന്നെ അടുത്തത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ രണ്ടാമത്തെ ഒരു പോർഷൻ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസൺസ്. ഡ്രഗ്സ് പോയിസൺസ് ഒക്കെ വരുമ്പോൾ അതിനെ ടോക്സിസിറ്റി ഇല്ലാതാക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നിർവഹിക്കുന്നത്. പിന്നെ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം അയോൺസിൻ്റെ സ്റ്റോറേജും അവ നിർവഹിക്കുന്നുണ്ട്. പിന്നെന്താണ് സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു റോഡ് ഷേപ്ഡ് ആയിട്ട് നമ്മൾ കണ്ട ആ ഒരു പോർഷനെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. സെൻട്രിയോൾസ് ആർ സ്മോൾ സിലിണ്ട്രിക്കൽ സ്ട്രക്ചേഴ്സ് മെയ്ഡ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. മൈക്രോട്യൂബ്യൂൾസ് കാരണമാണ് ആ ഒരു റോഡ് ഷേപ്പ് അവർ ഫോം ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇൻ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ അത് സിലിണ്ട്രിക്കലായിട്ടും കാണപ്പെടും. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? റോഡ് ഷേപ്ഡ് ആയിട്ടില്ലേ, അത് ഇങ്ങനെ ഈ ഒരു ഷേപ്പാണ്. അതിൽ കുറേ അധികം മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട്, അതുകൊണ്ടാണ് സിലിണ്ടർ ഷേപ്പ്. സെൽ ഡിവിഷൻ ആണ് അതിൻ്റെ മെയിൻ റോൾ. ക്രൂഷ്യൽ റോൾ എന്തിനാണ് കാണപ്പെടുക? സെൽ ഡിവിഷൻ. പിന്നെ അതായത് സ്പിൻഡിൽ ഫൈബേഴ്സ് ആയിട്ടൊക്കെ മാറും. അതൊക്കെ നിങ്ങൾ മൈറ്റോസിസ് ഒക്കെ പഠിക്കും. അപ്പോൾ അതാണ്. പിന്നെ സ്പെസിഫിക്കലി ഇൻ ദ ഫോർമേഷൻ ഓഫ് മൈറ്റോട്ടിക് സ്പിൻഡിൽ ഡ്യൂറിങ് മൈറ്റോസിസ് ആൻഡ് മിയോസിസിൻ്റെ ഭാഗത്തും മൈറ്റോസിസിൻ്റെ സമയത്തും ഒക്കെയാണ് ഈ സ്പിൻഡിൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്. പിന്നെ സെൻട്രിയോൾസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ പേഴ്സ് നിയർ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ടാണ്, നമ്മൾ നേരത്തെ കണ്ടു, ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ട് പേഴ്സ് ആയിട്ട് കുറേ അധികം പേറുകളായിട്ട് ആണ് കാണപ്പെടുക. ഇരട്ടികളായിട്ടാണ് കാണപ്പെടുക. ഓക്കെ, പിന്നെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്, മൈറ്റോകോൺട്രിയ നമുക്കറിയാം മെയിനായിട്ട് പറയുന്നത് ഇവിടെയും പവർ ഹൗസസ് ഓഫ് ദ സെൽ, സെല്ലുലാർ റെസ്പിറേഷൻ, പിന്നെ ATP സിന്തസിസ്, ഇതെല്ലാമാണ്. നമുക്ക് നേരത്തെ നമ്മൾ പ്ലാന്റ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. അതിന് പ്രത്യേക സ്വന്തമായിട്ട് തന്നെ ഒരു DNA ഉണ്ട് കേട്ടോ. അത് മൈറ്റോകോൺട്രിയയുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. മൈറ്റോകോൺട്രിയ ആസ് വെൽ ആസ് ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഇതാണ് സ്വയമേ കുറേ കാര്യങ്ങൾ അവർക്കായിട്ട് ഉണ്ട്. അതിൽ പെട്ടാണ് മൈറ്റോകോൺട്രിയയിൽ ഓൺ DNA എന്ന് പറയുന്നത്. ആൻഡ് റെപ്ലിക്കേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തിൻ ദ സെൽ. ഒരു സെല്ലിൻ്റെ സ്വയമേ തന്നെ സ്വന്തമായിട്ടുള്ള ഡിവിഷൻസ് നടത്തും. മൈറ്റോകോൺട്രിയ നടത്തും.
ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അവസാനത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഗോൾഗി ബോഡിയാണ്. നമ്മൾ നേരത്തെ ചോദിച്ചതിൽ ഒന്നാമത്തെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിരുന്നു, രണ്ടാമത്തെ സെൻട്രിയോൾ, മൂന്നാമത്തെ മൈറ്റോകോൺഡ്രിയ ആണെങ്കിൽ നാലാമത്തെ ഗോൾഗി ബോഡി അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്നും വിളിക്കും. കാരണം ഗോൾഗി എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് വിളിക്കപ്പെടുന്നത്. ദ ഗോൾഗി അപ്പാരറ്റസ് ഈസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ്സിംഗ്, പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്യൂൾസ് സിന്തസൈസ്ഡ് ബൈ ദ സെൽ. എന്താണ് മോളിക്യൂൾസ്? നമ്മുടെ ഒരു കോശം ഉണ്ടാക്കുന്ന എല്ലാവിധ മോളിക്യൂൾസിനെയും പ്രോസസ്സ് ചെയ്യുന്ന, പാക്കേജ് ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ജോലി ആരാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഗോൾജി ബോഡിയാണ് അത് ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്നത്. ഓക്കെ, ഇറ്റ് റിസീവ്സ് പ്രോട്ടീൻസ് ഫ്രം ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അല്ലേ, ആരാണ് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? ആരായിരുന്നു പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? ആരായിരുന്നു? നേരത്തെ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയതല്ലേ ഉള്ളൂ. അതെ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം ഉള്ള റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത്. അപ്പം ആ സിന്തസൈസ് ചെയ്ത പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ലിപ്പിഡ്സ്, ഇവയെല്ലാം എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യും, എന്നിട്ട് പാക്കേജ് ചെയ്യും ഇൻ ടു വെസിക്കിൾസ് ഫോർ ട്രാൻസ്പോർട്ട് ടു സ്പെസിഫിക് ഡെസ്റ്റിനേഷൻസ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ സെൽ. ഇതെല്ലാം പാക്കേജ് ചെയ്തിട്ട് അവ എന്ത് ചെയ്യും? വെസിക്കിൾസ് ആക്കി മാറ്റും. അതിപ്പോൾ നമ്മളൊക്കെ ഒരു കാർട്ടൂൺ പെട്ടിയിലേക്ക് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു ബാഗിലേക്കെല്ലാം പാക്ക് ചെയ്യുന്നു എന്നതിന് പകരം നമ്മുടെ സെല്ലിൻ്റെ അകത്ത് എങ്ങനെ വെസിക്കിൾസ് ഫോം ചെയ്യും. ആര്? ഈ ഗോൾഗി ബോഡീസ് ഗോൾഗി വെസിക്കിൾസ് ഒക്കെ ഫോം ചെയ്ത് ലൈസോസോംസ് പോലെയുള്ള വെസിക്കിൾസ് ആക്കി മാറ്റിയിട്ട് അവ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും ഇൻസൈഡ് ദ സെൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സെൽ. അതായത് വേറുള്ള സെൽസിലേക്കോ വേറുള്ള ഓർഗൻ പാർട്സിലേക്കോ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി ആരുടെ കയ്യിലാണ് ഉള്ളത്? ഗോൾഗി ബോഡീസിൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 10th ക്ലാസ്സിൻ്റെ ബയോളജി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ് വഴി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, കോൺടാക്ട് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അനിമൽ സെൽ, പ്ലാന്റ് സെൽ, അതുപോലെ ന്യൂറോൺസ്, പിന്നെ ട്രാൻസ്ഫർ സെക്ഷൻ, അതുപോലെ എന്തായിരുന്നു? ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഡിഫറൻഷിയേറ്റ് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ടൈപ്പ് നമ്മൾ ഇവിടെ നോക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ്